ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിവിടെ ഇന്ന് കോന്നി ആനക്കൂട്ടിലാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ ആന പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ടയിലെ കോന്നി. ഇവിടുന്ന് നേരെ കാണുന്നത് ആനക്കൂടാണ്. ഈ കൂട് ആനയെ ചട്ടം പഠിപ്പിക്കാനുള്ള കൂടാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം ആനയ്ക്കായുള്ള ഭീമൻ മരക്കൂടുകളാണ്. ഈ കൂടിൻ്റെ പ്രത്യേകത ഒരേ സമയത്ത് 6 ആനയെ വരെ പരിശീലിപ്പിക്കാൻ സാധിക്കുമെന്നതാണ്. തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കും ഇവിടെ കാണാം. ഇതിന് നേരെ നമ്മൾ കാണുന്നത് മ്യൂസിയത്തിലേക്കാണ്. ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ആനയെ കാണാം. ഇത് എനിക്കൊരു എക്സിബിഷൻ ഹാള് പോലെയാണ് തോന്നിച്ചത്. പിന്നീട് അകത്തെ റൂമിലേക്കാണ് പ്രവേശിച്ചത്. അവിടെ ആനയുടെ പിക്ചർ ഭിത്തിയിൽ ഒട്ടിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ആനയുടെ സ്കെലിറ്റൻ പാർട്ടാണ്. 2 കൊമ്പുകളും കാണാം. എനിക്ക് തോന്നിയത് ആ കൊമ്പ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തതാണെന്നാണ്. ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മനസ്സിൽ ഈ പിക്ചർ കാണുമ്പോൾ തോന്നുന്നത്. ആ തോന്നുന്നത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അവിടെ നിന്നിറങ്ങി നമ്മൾ നേരെ കാണുന്നത് അശോകവനമാണ്. ഈ വനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? രാവണൻ നിർമ്മിച്ച ഉദ്യാനം എന്നാണ് അശോകവനത്തെ പറ്റി പറയുന്നത്. പിന്നീട് നമ്മൾ എലിഫന്റ് ആർട്ട് ഗാലറിയിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മൾ ഇനി പോകുന്നത് വലിയൊരു ആനയെ കാണാനാണ്. ഇവന്റെ പേര് ഈവ. 22 വയസ്സുണ്ടേ. അടുത്തതാണ് പ്രിയദർശിനി. ഇതിന്റെ വയസ്സ് 40 വയസ്സുണ്ട്. പിന്നീട് മീന. സമാനെ ആന നമ്മളെവിടെ വന്നത്? ഇവനാണ് കൃഷ്ണ. 11 വയസ്സുണ്ട്. ഇവന്റെ തലയിടുപ്പും നമ്മുടെ ഫോട്ടോയ്ക്കുള്ള പോസിങ്ങും അവന്റെ കുറുമ്പും എല്ലാമാണ് നമ്മുടെ പ്രേക്ഷകരെ ആകർഷിച്ചേക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ മനസ്സിൽ ആ കുട്ടിത്തം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഊഞ്ഞാല് കണ്ടപ്പോൾ ചാടി കയറി ആടിയത്. ഇങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇന്നത്തെ കാഴ്ചകളൊക്കെ നല്ലതായിരുന്നു. ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ.